ഈശോയുടെ വചനം നമ്മൾ ഓരോ വചനവും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയും. അതല്ലേ ഈശോ പറയണത്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയാനാ പറയണത് അല്ലേ? പക്ഷെ അത് വ്യക്തമായി പറയേണ്ട ആവശ്യമുണ്ടോ? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിങ്ങൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണ്? വെറുതെ പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഫലം കിട്ടില്ല അല്ലേ? വിശ്വസിക്കണം. വിശ്വസിക്കാതെ നമ്മൾ ഒത്തിരി വചനം പറയുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, വായിക്കുന്നവരും എല്ലാവരും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കേണ്ട സംഭവം എന്താണ്? ഹൃദയത്തിൽ ആ വചനം സ്വീകരിക്കണം, വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ഈശോ അത് സ്പെഷ്യലായിട്ട് എടുത്ത് വിശ്വസിച്ച് ഏറ്റെടുക്കാതെ നമ്മള് എന്തോരം വചനത്തില് ജീവിച്ചാലും വചനത്തില് നമ്മള് വളർന്നാലും ഒരുപാട് മനുഷ്യർക്ക് ബൈബിള് ഒരുപാട് വചനങ്ങൾ ബൈഹാർട്ട് അറിയാം. ബൈഹാർട്ട് അറിയുന്നതും ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ടോ? വചനം നമ്മള് ബൈഹാർട്ട് ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. ബൈഹാർട്ട് പഠിക്കും ചില കുട്ടികൾ, എല്ലാവരും ഇല്ല. ബൈഹാർട്ട് പഠിക്കും, പക്ഷെ അവർക്ക് ആ പറയുന്ന ഫ്ലോയിൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി. ഇപ്പൊ നമ്മൾക്ക് അറിയാം, വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുന്നു, അവിടെ എന്തെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഒരു ഒറ്റ വണ്ടി ഈ കേറി പോകുന്ന പോലെ പോണത് അല്ലെ? എന്നിട്ട് നമ്മൾ ഇടക്ക് വെച്ചൊരു ബ്രേക്ക് ഇട്ട് അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ പപ്പരപരപരായി പോകും അല്ലേ? അതൊരു ചെറിയ പ്രാർത്ഥനയാണ്, പക്ഷെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ സങ്കീർത്തനം 91 എല്ലാവർക്കും അറിയാം അല്ലെ? സങ്കീർത്തനം 91 അറിയാത്ത ഒരു ക്രിസ്ത്യാനിയും ഉണ്ടാവില്ല അല്ലെ? കൂടുതലും ഒരു വീട്ടില് ഒരാൾക്കെങ്കിലും അറിയാം സങ്കീർത്തനം 91 എന്താണെന്ന് അല്ലെ? അത് അറിയാതെ അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ നമുക്ക് ദൈവത്തോട് അത്രമാത്രം അടുപ്പമുള്ളെന്ന് നമുക്ക് തന്നെ അറിയാം. സങ്കീർത്തനം 91 എന്താ എന്ന് കാറ്റഗിസം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ കാലഘട്ടത്തിൽ അറിയേണ്ടതാണ്. ഇനിയിപ്പോ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ കാറ്റഗിസത്തിന്റെ കുഴപ്പമുണ്ട്, പഠിക്കുന്ന കുട്ടികളുടെ കുഴപ്പമുണ്ട്, പഠിപ്പിക്കുന്ന അധ്യാപകർ, അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? അപ്പൊ ഇത് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വീകരിക്കുന്നില്ല. ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റു ചെവി കൊണ്ട് പോകണം. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായിട്ട് ഈശോ എല്ലാം വളരെ അത് ഓരോ വാക്കും പറയുമ്പോൾ അത് ഈശോ പറഞ്ഞു, അവൻ പറഞ്ഞു എന്ന് പറഞ്ഞ വചനഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് ആഴമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുന്നതില് വലിയ ചിന്തയോടുകൂടെയാണ്, അല്ലെങ്കിൽ വലിയ നോട്ടങ്ങളോടുകൂടെയാണ്. ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി പറയാമെന്നുണ്ടെങ്കിൽ ഈശോയെ കാണാനായിട്ട് അമ്മയും സഹോദരങ്ങളും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ ഈ അമ്മയും ഈശോയെ കാണുമ്പോൾ അമ്മ വന്നിരിക്കുന്നു എന്ന്, ഈശോയെ കാണാൻ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ ഈശോ പറഞ്ഞു, അത് എന്നാ ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞു ഓടി വന്നൊന്നുമില്ല. എന്താ പറഞ്ഞത്? ആരാണ് എന്റെ അമ്മ? അവിടെ അപ്പൊ ഒരു ക്വസ്റ്റ്യനാണ് വന്നത് അല്ലെ? ആരാണ് എന്റെ അമ്മ? അപ്പൊ അവരൊക്കെ ഞെട്ടിത്തിരിച്ചിട്ടുണ്ടാവും. കാരണം അമ്മ മുമ്പിൽ വന്നിട്ട് ആരാണ് എന്റെ അമ്മയെന്നോ നമ്മൾ ചോദിക്കില്ലേ? നമ്മള് സാധാരണ മനുഷ്യർ ഈ മുമ്പിൽ തന്നെ വന്ന് അമ്മ നിൽക്കുന്ന കാഴ്ച, അതായത് കൺമുമ്പിൽ കാണാവുന്ന രീതിയിൽ അമ്മ നിൽക്കുകയാണ്. അപ്പൊ ആരാണ് എന്റെ അമ്മയെന്ന് ചോദിക്കുമ്പോ ഈശോയ്ക്ക് എന്താ അറിഞ്ഞൂടെ അമ്മ ആരാണ്? അപ്പൊ ഈശോ എന്താണ് അതിന്റെ പുറകിൽ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് അടുത്ത വചവാക്കിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? ആദ്യം നമ്മൾക്ക് ഈശോയോട് ഇതെന്തെന്നാ ഇത്, ഇങ്ങനെയൊക്കെ പറയാവോ, അമ്മ അങ്ങനെ പറയാവോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഈശോന്റെ ഉദ്ദേശത്തിലേക്ക് നമ്മളും കൂടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഈ അമ്മയെക്കുറിച്ചും അമ്മയോട് ചേർന്ന് വന്നിരിക്കുന്ന, ഈശോയെ കാണാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന മറ്റു സഹോദരങ്ങളെ കുറിച്ചും ഈശോ എന്താണ് മനസ്സിലാക്കിയത്, അത് നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടി ഈശോ അവിടെ പറയാതെ പറയുന്നൊരു കാര്യമാണ് അല്ലെ? ആരാണ് എന്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്റെ ഹിതം അന്വേഷിക്കുകയും ഈശോയുടെ ദൈവത്തിന്റെ വചനം അനുസരിക്കുകയും ദൈവത്തിന്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. അപ്പൊ എന്താണ്, നമുക്ക് എല്ലാവർക്കും ആ ഒരു യോഗ്യതയുടെ അവകാശം നമുക്കും ഉണ്ട് എന്നുകൂടി, അതായത് ആർക്കും ഒരു സെപ്പറേഷൻ കൊടുക്കുന്നില്ല അല്ല. അമ്മയാണെങ്കിൽ അമ്മയാകാം, സഹോദരങ്ങളാണെങ്കിൽ സഹോദരങ്ങൾ, പക്ഷെ നമുക്ക് ആർക്കും അമ്മയാകാൻ പറ്റില്ല അല്ലെ?
പറ്റുമോ നമുക്ക്? ഈശോയുടെ അമ്മയാകാൻ നമുക്ക് ആർക്കും പറ്റില്ല. കാരണം അമ്മയുടെ ക്വാളിറ്റി നമുക്ക് ഈ ആയുസ്സിലോ അടുത്ത ആയുസ്സൊന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഈ ആയുസ്സില് അതിന്റെ അമ്മയുടെ ക്വാളിറ്റിയുടെ ഒരു ശതമാനം പോലും നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല. അത്രമാത്രം ക്വാളിഫൈഡ് ആണ് പരിശുദ്ധ മറിയം ആകുന്ന ഈശോയുടെ അമ്മ. അപ്പൊ അത്രയും. പക്ഷെ സഹോദരങ്ങൾക്ക് കുറച്ചും കൂടി സാധ്യതകളുണ്ട് അല്ലെ? സഹോദരങ്ങളാകാൻ സാധ്യതകളുണ്ട്, ശിഷ്യന്മാരാകാൻ സാധ്യതകളുണ്ട്. ഓരോരുത്തരുടെ തീഷ്ണതയും ഓരോരുത്തരുടെ തീവ്രതയും സ്നേഹവും ഭയവും ഭക്തിയൊക്കെ അനുസരിച്ചാണ് ഓരോരുത്തരുടെ സ്റ്റാറ്റസ്. അമ്മയാകണമെങ്കിൽ അമ്മയാകാം, സഹോദരങ്ങളാവണമെങ്കിൽ സഹോദരങ്ങളാകാം, ശിഷ്യന്മാരാണെങ്കിൽ ശിഷ്യന്മാർ, ഏത് തരത്തിലേക്കും വേണമെങ്കിൽ എത്താം. എന്ത് വേണമെന്നാ പറയണത് ഈശോ പറയണത്? ദൈവഹിതം അനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവം ആഗ്രഹിക്കുന്ന വഴി കൂടി പോകണം. അവിടെയാണ് ആ ഒരു വിളി അല്ലെങ്കിൽ ആ ഒരു യോഗ്യതയുടെ അവകാശികളാകാൻ എല്ലാവർക്കും സഹായിക്കും, എല്ലാവർക്കും സാധ്യതകളുണ്ട് എന്ന് പറയണം അല്ലെ? അപ്പൊ ഈശോയുടെ ആ ഒരു സ്നേഹം, അതായത് മറിയം അത്രമാത്രം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് മറിയം അത്രമാത്രം ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. വെറുതെ വിശ്വസിച്ചതാണോ? അല്ല, ജീവിതം മുഴുവനും കൊടുത്ത് വിശ്വസിച്ചതാ. നമുക്കൊന്നും ജീവിതം അങ്ങനെ മുഴുവൻ കൊടുത്തൊന്നും വിശ്വസിക്കാനൊക്കെ പ്രയാസമാണ് അല്ലെ? നമ്മളെ ജീവിതം മുഴുവൻ കൊടുത്തെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാത്ത ഒരു മനുഷ്യരും ഇല്ല, ഒരു ദിവസം പോലും ഇല്ല. ഉത്കണ്ഠ എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഹൃദയത്തിലോ ജീവിതത്തിലോ നമ്മൾ അനുഭവിക്കില്ല. ഭയം ഉണ്ടാവില്ല. എല്ലാം നമുക്ക് കാമാങ്കമായിട്ടായിട്ട് നമുക്കതിനെ നേരിടാൻ സാധിക്കും. ഇങ്ങനെ ഒരു ക്വാളിറ്റി അമ്മയിലുണ്ടായിരുന്നു അല്ലെ? അതുപോലെ നമുക്കൊന്നും സാധിക്കില്ല. പക്ഷെ അതിന്റെ ഒരു ഏറ്റവും ചെറിയ നിഴല് നമുക്ക് സാധ്യമാക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം അല്ലെ? ഹൃദയം കൊണ്ട് വിശ്വസിക്കാതെ അധരങ്ങൾ കൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞാൽ അത് എന്താണ്? അത് ദൈവത്തെ നിന്ദിക്കുന്ന തരത്തില് പോകുന്ന കാര്യങ്ങളാ അല്ലെ? ഒരുപാട് വചന പ്രഘോഷകരുണ്ട്, വചന വിചിന്തനങ്ങളുണ്ട്, വചന വ്യാഖ്യാന ബുക്കുകളുണ്ട്. എന്താ വചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നുമില്ല. നമ്മളിപ്പോ ആത്മീയ കൂട്ടായ്മകൾ എടുത്ത് ഏറ്റവും കൂടുതൽ നോക്കിയാൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഏകൊരു കാര്യം എന്താണ്? വചനം തന്നെ. വചനം തന്നെ. പക്ഷെ ഇതിലൊന്നും നമ്മളെല്ലാം ഇത് നമുക്കറിയാം, ഇത് ഇന്ന വചനമാണ്, ഇത് ഇന്നതാണെന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും എന്ത് പറ്റുന്നില്ല. നമുക്കൊരു വിശ്വാസ വളർച്ചയോ വിശ്വാസ വിശുദ്ധിയോ വിശ്വാസത്തിന്റെ മേഖലകളിൽ നമുക്ക് വരുന്ന ഒരു ഉന്നതിയോ ഒന്നും ആ പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഹൃദയം കൊണ്ട് നമ്മളത് ഏറ്റെടുക്കുന്നില്ല അല്ലെ? ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുന്നില്ല. അതിപ്പോ ആര് തന്നാന്ന് നോക്കണ്ട. പക്ഷെ ചില സമയങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഫോർവേഡ് ചെയ്യുന്ന വചനമായിരിക്കാം ചിലപ്പോ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് അല്ലെ? അത് ചിലപ്പോ നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്നതായിട്ടായിരിക്കാം നമുക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ഇതെന്താ ആത്മാവിൽ ഉടക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഹൃദയം കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ് അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് മനുഷ്യര് ഈ വചനം കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട്. വചനത്തിൽ ശക്തി പ്രാപിച്ച്, വചനത്തിൽ വിശ്വസിച്ച് അല്ലെ? കാരണം ഈ വചനം ചതിക്കില്ല എന്നുള്ളത് ഒരു വലിയൊരു ഉറപ്പാണ് അല്ലെ? അത് വചനം തന്നെ പറയുന്നുണ്ട്, വചന ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഒരു ഉറപ്പുള്ളത് എന്തിലാണ്? വചനത്തിലാണ് അല്ലെ? അപ്പൊ ഈ വചനം എന്താണ് ഇത്രമാത്രം ഉറപ്പുണ്ടാകാൻ കാരണം എന്താണ്? വചനത്തിൽ ഇത്രമാത്രം ഉറപ്പുണ്ടാകാൻ കാരണം എന്താണ്? വചനം ദൈവം തന്നെയാണ് അല്ലെ? അതുകൊണ്ടാണ് വെറുതെ നമ്മൾ വചനം ഉപയോഗിക്കരുത്. വചനം എടുക്കുമ്പോ അതുപോലെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിക്കവരോടും പറയാറുണ്ട്, പ്രാർത്ഥിക്കുമ്പോ നിങ്ങള് വചനത്തെ ഡിപ്പെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ മതി അല്ലെ? ആദ്യം നമ്മൾ പ്രാർത്ഥിച്ചെന്ന് ചിലപ്പോ മടുപ്പാകും. കാരണം നമ്മളുടെ ശക്തി ഇത്രമാത്രം കുറവാണ്, അത്രമാത്രം ഒന്നുമില്ല നമുക്ക് അല്ലെ? ഒരുപാടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോ ചില മനുഷ്യര് പ്രാർത്ഥിക്കുന്ന എന്താ, ഒരു ജപമാലയിലും ഒരു കർണക്കൊന്തയിലും പിന്നെന്തേലും പിന്നെ ചെല്ലാൻ പറ്റിയ കുന്തകളൊക്കെ ചെല്ലും, പ്രാർത്ഥിക്കാൻ പറ്റിയ ബുക്കുകളൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ
അട്ടിക്കട്ടിക്ക് പ്രാർത്ഥനാ ബുക്കുകൾ വീടുകളിൽ ഇങ്ങനെ ഇരിക്കും. അവസാനം പിന്നെ തലവേദന, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ മതി എന്നാവും. കാരണം എന്താ, ആദ്യത്തെ തീഷ്ണതയിൽ നമുക്ക് അതിലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റില്ല. പിന്നെ എന്താ, ഈ പ്രാർത്ഥനാ ബുക്കുകളൊക്കെ എന്ത് പറ്റും, നമുക്കൊരു എന്താണ് സ്ഥലം നമുക്ക് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ പിന്നെ എന്തിനാ നമ്മൾ വാങ്ങിക്കണത് അല്ലെ? പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നും വാങ്ങിച്ച് വീട്ടിൽ കൂട്ടരുത്. കാരണം അതെല്ലാം അത് എന്താണ്, നമുക്കത് ഒരു അസ്വസ്ഥതയാവും അല്ലെ? പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ വാങ്ങിക്കുന്നെങ്കിൽ കുറച്ച് കളയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. സാധിക്കുന്ന അത്രയും പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അതുപോലെ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പണ്ട് ഇവിടെ എനിക്കും അങ്ങനെ തന്നെയുണ്ട്. ചില ബുക്കുകൾ ഇത് നല്ല അത് നല്ല എന്നൊക്കെ വാങ്ങിക്കും. പക്ഷെ അവസാനം എന്താ, വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ഉണ്ടാവും. പിന്നെ എന്ത് പറ്റും, അത് നമുക്ക് അടുത്ത് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. കുറേ കാര്യങ്ങളുണ്ട് അതില് അല്ലേ? അതായത് മെയിൻ ആയിട്ട് വിശുദ്ധ ഗ്രന്ഥം പോലും നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ 1 2 ഒക്കെ ഉണ്ടെങ്കിലും ഒരു ബൈബിൾ പോലും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. വർഷം എത്രയായി അല്ലെ വായന, അല്ലെങ്കിൽ വായിക്കാൻ അറിവും കഴിവൊക്കെ ഉണ്ടായിട്ട് പഠനവും നമുക്കറിയാലോ, കൂട്ടി വായിക്കാൻ പറ്റുന്ന അത്രയും കാലം തുടങ്ങി നമുക്ക് വായിക്കാനുള്ള കൃപ ഇങ്ങോട്ട് ദൈവം തന്നിട്ടുണ്ട്. പക്ഷെ അത് തുടങ്ങി ഏതെങ്കിലും ഒരു അധ്യായം വെച്ച് തുടങ്ങിയെങ്കിൽ പണ്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ബൈബിൾ വായിച്ചു തീരേണ്ട സമയം കഴിഞ്ഞു അല്ലേ? പക്ഷെ നമുക്കത് സാധിച്ചിട്ടില്ല. കാരണം എന്താ, ഇതൊന്നും ഈ ആത്മീയ കാര്യങ്ങൾ അത്ര എളുപ്പത്തിലൊന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ വേണം, നമ്മൾ ഒരു വചനമെങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഈ ഒരു വചനം എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിലുള്ള എല്ലാ വചനങ്ങളുടെയും ശക്തി ആ ഒരു വചനത്തിലുണ്ട്. എല്ലാ വചനങ്ങളോട് ചേർന്നിട്ടുള്ള ശക്തി തന്നെയാണ് ഞാൻ സ്വീകരിക്കുന്ന വചനം അല്ലെ? അത് എന്നെ ഒരുപാട് സഹായിച്ചൊരു വചനഭാഗമാണ്. മിക്കപ്പോഴും എനിക്ക് എൻ്റെ സഹനകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത്, ഞാൻ ഫോളോ ചെയ്തതുമായ ഒരു വചനഭാഗമാണ്. നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ, എന്താണ്, നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ നിന്റെ ബലഹീനതയിലാണ് അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത്. അപ്പോ ആ ഒരു വചനം കൊണ്ട് ഒരുപാട് നാള് ജീവിക്കാൻ പറ്റി. കാരണം നമ്മളുടെ ബലഹീനത എന്താണ്, ദൈവത്തിന് ശക്തി പ്രകടമാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ സാഹചര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബലഹീനരാണെന്ന് സ്വയം സമ്മതിച്ചു കൊടുത്തേക്കണം അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യം, നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിയുന്ന കാര്യമല്ല. അത് അവിടെ കൂടി ദൈവം പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റെപ്പുകളും നമുക്ക് എന്താണ്, വിശ്വസിക്കാൻ പറ്റാത്ത വിധം വലിപ്പമുള്ള കാര്യങ്ങളാണ്. ആ ഒരു തിരിച്ചറിവോടുകൂടെ ആയിരിക്കും. അതായത് നമ്മൾ എന്തോരം വചനം പഠിച്ചാലും എഴുതിയാലും വായിച്ചാലും ഒരു വചനമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജിതരാണ്. നമുക്ക് മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം, മനാപഞ്ചമിയും വായിക്കാം. ഞാൻ വായിക്കണ? വായിച്ചു വന്നാലും വായിച്ചു. ഞാൻ ചാറ്റിലൊന്നും ഇട്ടില്ല. മറിയത്തിന്റെ സ്തോത്രഗീതം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
പരിശുദ്ധ അമ്മ പറയാണ്, ആ ഈ ഹൃദയ വിചാരത്തില് എന്തെല്ലാം സംഭവിച്ചാലും നമ്മള് ചിലപ്പോ കൂടെ ജീവിക്കുന്നവരോ കൂടെ കിടക്കുന്നവരോ കൂടെ ആയിരിക്കുന്നവരോ ആരും അറിയില്ല അല്ലെ. എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരുന്ന് എന്തൊക്കെ ഹൃദയത്തിൽ വിചാരിച്ചാലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. നിങ്ങൾ എന്തിപ്പോ വിചാരിച്ചാലും ഞാനും അറിയില്ല. പക്ഷെ അതെ ആരൊക്കെയോ അറിയുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെ. അതെ അതെ ആരൊക്കെയോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് മാതാവ് പറയണത് എന്താണ്, ഹൃദയത്തില് എന്തുണ്ടാവണം? ദൈവവിചാരം ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആണെന്നൊക്കെ മനസ്സിലാക്കാനോ ഒന്നും അവസരമൊന്നുമില്ല അല്ലെ. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നതാണെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വേദനയോടെ ഇരിക്കുമ്പോഴേക്കും എന്താണ്, നമുക്കൊരു ആത്മീയ മന്ദതയും അല്ലെങ്കിൽ ആത്മീയമായ വലിയ ഒരു ദുർബലതയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഈ ദുർബലത കൂടുതൽ ദൈവം നമ്മളെ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. കുറെ പേര് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് കുറെ പേർക്ക് പ്രശ്നങ്ങളൊന്നും അങ്ങോട്ട് വലുതായിട്ടൊന്നും സോൾവ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു കൃപ കൊണ്ട് ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പ്യൂരിഫിക്കേഷനിൽ കൂടി കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ അത് ദൈവം എനിക്ക് അത് തന്നത് അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ തെറ്റിപ്പോയാനെ, അല്ലെങ്കിൽ ദൈവകൃപ നഷ്ടപ്പെട്ട് ഞാൻ വേറൊരു ലൈഫിലേക്ക് വേറെ ചിന്തയിലേക്ക് പോയാനെ. അപ്പൊ എന്താ ആ ഒരു പ്രശ്നം എനിക്ക് വരേണ്ടതാ തന്നെയാണെന്നുള്ള ഒരു എന്താണ് സ്വയം മനസ്സിലാക്കൽ, ഒരു സ്വയം തിരിച്ചറിവ് എന്താ അതൊരു ദൈവീയ കൃപയുടെ വെളിപ്പെടലാണ് അല്ലെ. നമുക്ക് അതെ ഓരോ നഷ്ടങ്ങളും ഓരോ പ്രലോഭനങ്ങൾ വരേണ്ടത് തന്നെയാണെന്ന് വചനം തന്നെ പറയുന്നു. പ്രലോഭനങ്ങൾ വരണം, പക്ഷെ പ്രലോഭനങ്ങൾ വരാനിടയാക്കുന്ന വ്യക്തികള്, സമയം, അതൊക്കെ നമുക്ക് ദുരന്തം വരുത്തും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ പ്രലോഭനങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ഈ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പോഴത്തെ സിനിമകള് എല്ലാം ടെംപ്ടേഷൻ ആണ് അല്ലെ. ഇപ്പൊ അതെ ഈ ആവേശം സിനിമ, അതുപോലെ എന്താണ് എന്താണ് മഞ്ഞുമൽ ബോയ്സ്, പിന്നെന്താ ഈ അടുത്ത് ഭയങ്കര ഈ പ്രേമലു ഒക്കെ ഭയങ്കര ബാഡ് ഇഫക്റ്റ് ആണ് നമുക്ക് ഈ ആളുകളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അത് എൻജോയ് ചെയ്യാനാണ് ആളുകൾക്ക് കൂടുതൽ അതെ അതെ താല്പര്യം അതെ അതെ അല്ലെ. അതെ എൻജോയ് ചെയ്യണം, അതായത് അതിലെ ടോക്കുകൾ, അതിന്റെ ഈ സംസാരങ്ങൾ, അവരുടെ പരസ്പര ചിന്തകളൊക്കെ നമുക്ക് ഈ ലോകത്തിന്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, നല്ലതാണ്. പക്ഷെ ഇതിന്റെ പുറകിലിരുന്ന് പ്രവർത്തിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ടെന്ന് അറിയാറില്ല അല്ലെ. അപ്പം ഞാൻ ഈ സിനിമ, അതായത് ഇപ്പൊ ഞാൻ കുറേ നാളെത്തിയിട്ടാണ് ഞാൻ എന്താണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. കുറേ നാൾ തിയേറ്ററേ കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ ആ സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച അന്ന് അങ്ങനെ ഒരു സമയം എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പോയി. പിന്നെ പിന്നെ ഞാൻ അങ്ങനെ സിനിമക്കൊന്നും പോയൊന്നുമില്ല, കാരണം നമ്മളതിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷെ അന്ന് തുടങ്ങി പിന്നെ ആ പഴയ ആ ഒരു സിനിമയോടുള്ള പ്രേമോ സ്നേഹമോ ആഗ്രഹമൊന്നുമല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വീട്ടിലെ ആളുകൾക്ക് തിരിക്കുകയും. അതായത് ഞാനൊരു പ്രാവശ്യം തിയേറ്റർ കയറിയല്ലോ, കുറേ അതെ നാളത്തെ കയറിയത്. അപ്പൊ വീട്ടില് അവിടെ അന്ന് അത് കണ്ടില്ലേ, പിന്നെ ഇത് കണ്ടില്ലേ, അപ്പൊ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കുറെ ടെംപ്റ്റേഷൻ ഒക്കെ ഇങ്ങനെ തന്നോണ്ടിരുന്നു. അപ്പൊ പക്ഷെ ഞാൻ ഒന്നിലും അങ്ങനെ വഴങ്ങിയൊന്നുമില്ല. അങ്ങനെ ഒരു സമയം എനിക്കും പോകേണ്ടതായി വന്നു, മഞ്ഞുമൽ ബോയ്സിന് കാണേണ്ടതായിട്ട് വന്നു. കാരണം ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ. പക്ഷെ എനിക്കത് കണ്ടിട്ട് എന്താണ് ഒരു മനുഷ്യന്റെ എന്താണ് ചില ക്രിട്ടിക്കൽ സമയങ്ങളിൽ പോലും ദൈവത്തിനെതിരെ ചിന്തിക്കുന്ന അവസ്ഥകളെ ഓർത്തിട്ടാണ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത്. പക്ഷെ അവിടെയും മനുഷ്യകുലത്തിന്, അതായത് ഞാൻ ഇവരുടെ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു റീലില് ഇങ്ങനെ ഒരു കുഞ്ഞു റീലായിരുന്നെങ്കിൽ ഞാൻ അതിനെ ഭയങ്കര ഒരു രക്ഷപ്പെട്ടതിനൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടത് മഞ്ഞുമല് ബോയ്സ് എന്നല്ല, മഞ്ഞുമലുള്ള മക്കളല്ലേ. മഞ്ഞുമല ഒരു അമ്മയുണ്ട്, മാതാവുണ്ട്. ആ അമ്മയ്ക്ക് ഒരിക്കലും ശക്തി കുറഞ്ഞു പോയിട്ടില്ല. അമ്മ തന്നെയാണ് നിങ്ങളെ സഹായിച്ചത്, കാരണം അമ്മയുടെ മണ്ണാണത്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് അങ്ങനെ ഒരു നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് ബന്ധത്തിന്റെ കെട്ടുറപ്പും സ്നേഹവും ഒക്കെ എത്രമാത്രം ആഴമുള്ളതായിരുന്നു, അത് ദൈവം കണ്ടിട്ട് തന്നെയാണ്. ആ സ്നേഹത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കാം ചിലപ്പോ ഈ 13 പേര് വീണ് പോയി മരിച്ചു പോയിരിക്കും, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അതിനെ അതിജീവിച്ചത്. നിങ്ങളുടെ യഥാർത്ഥ ആ പരസ്പര സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ആഴം
ദൈവം അറിഞ്ഞതും മാതാവ് അതിനു വേണ്ടി മധ്യസ്ഥം വഹിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ ആയിരിക്കാം എന്നല്ല, അതുകൊണ്ടാണ് ആ ഒരു ശക്തിയാണ് നിങ്ങളെ ഈ ഒരു വലിയ അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു മെസ്സേജ് ഇട്ടിട്ട് കുറെ ഒരു 10, 80, 90 പേരായിട്ട് അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. അത് ലൈക്ക് അടിച്ചെന്ന് വെച്ചാൽ പിന്നെ ഒരു കുറെ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാനിട്ട മെസ്സേജിന് ഒരു റിപ്ലൈ ആയിട്ടൊരു മെസ്സേജ് എനിക്ക് വന്നേക്കാണ്. എന്ത് ചെയ്താലും ദൈവത്തിനാണ് ക്രെഡിറ്റ്. അവിടെ കൂട്ടുകാരുണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, മറ്റ് ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ അധ്വാനങ്ങളൊക്കെ വെറുതെ ആയിപ്പോയോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരെയൊക്കെ ദൈവം ഉപയോഗിച്ചതല്ലാണ്ട് അവരൊന്നും അല്ല അത് ചെയ്തത്. ദൈവം അനുവദിക്കാതെ ഒരാൾക്കും ഒന്ന് ചലിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അത് ചിലപ്പോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല, നിങ്ങളുടെ വിശ്വാസ ദുർബലത കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നിങ്ങളും മനസ്സിലാക്കാൻ ദൈവം ഒരവസരം തരും. ചിലപ്പോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എപ്പോഴാണെങ്കിലും നിങ്ങളത് മനസ്സിലാക്കും. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മരിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ മെസ്സേജ് ഇട്ടത്. പിന്നെ അതിന് റിപ്ലൈ തന്നില്ല. അപ്പോ എന്താന്ന് വെച്ചാല് അതായത് ദൈവം നമ്മളെ ഈ ഹൃദയവിചാരത്തിന്റെ അഹങ്കാര അവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കരമായ നമ്മളെ രക്ഷിക്കാന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നമ്മളെ ഈ പ്രലോഭനം, അതായത് ഈ അഹന്ത പിടിച്ച ചിന്ത, പ്രവർത്തിക്കേണ്ട ചിന്ത പോലും എന്താണ് നമുക്ക് അപകടമാണ് അല്ലെ? നമുക്ക് അഹന്ത പിടിച്ച ചിന്ത നമുക്ക് അത്രമാത്രം അപകടം വരുത്താൻ നമുക്ക് നമ്മുടെ ചിന്തകൾക്ക് സാധ്യമാവും. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം എന്താണ്? നിത്യജീവനാണ് അല്ലെ? അതായത് നിത്യജീവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? നിത്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് അല്ലെ? ജീവൻ എന്ന് പറഞ്ഞാല് ജീവൻ അല്ലെ? അപ്പൊ നിത്യമായത് നമ്മൾ ഒരിക്കലും മരിക്കില്ല, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ? മനുഷ്യൻ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ ഈശോയുടെ വചനം? യോഹന്നാന്റെ സുവിശേഷത്തില് ലൂക്കയുടെ സുവിശേഷമാണ് ഏറ്റവും ലാസ്റ്റ് അധ്യായത്തില് ഉണ്ട് അല്ലെ? അപ്പം അത് ഒന്നാമത്തെ സുവിശേഷത്തില് 68 അങ്ങനെ ഭാഗത്തുണ്ട്, മരിച്ചാലും ഈശോയുടെ കൂടെ മരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അല്ലെ? മരിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ഡെഡായി അല്ലെ? അവസാനമാണ്. പക്ഷെ അവന്റെ ശരീരമല്ല ജീവിക്കുന്നത്, എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന് പറയും അല്ലെ? ശരീരം ഉപകരിക്കുന്ന എവിടെ വരെയാണ്? മരണം വരെ നമ്മുടെ ശരീരം ഉപകരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് തുടങ്ങുകയാണ്, തീരുന്നല്ല, തുടങ്ങുകയാണ് അല്ലെ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരവും വഹിച്ചുകൊണ്ട് ആത്മാവ് എന്തോരം സ്ഥലത്താണ് അലിച്ചും കിട്ടി വീഴണത് അല്ലെ? ഓരോ പാപം ചെയ്യുമ്പോഴും ആത്മാവ് വളരെ ദാരുണമായ വേദനകൾ കൂടി കടന്നു പോകുന്നു. പക്ഷെ ആത്മാവിനെ ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് പാപം കണ്ടിന്യൂ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്, പാപബോധമില്ലാതെ ജീവിക്കുന്നത്. അപ്പോ അവിടെ എല്ലാം എന്താണ്? ആത്മാവ് ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, ആത്മാവിന്റെ കാര്യം വിട്ടേക്ക്, ചിലപ്പോ നമുക്ക് കാര്യം നമുക്ക് ഒരുപാടൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോ കുഞ്ഞുനാളിലെ കഴിക്കുമ്പോ നമ്മള് ആദ്യമേ തന്നെ ഇറച്ചി കഴിക്കോ? ഇല്ല, ലൈറ്റ് ഫുഡേ കഴിക്കുള്ളൂ അല്ലെ? ആദ്യം ചെറിയ എന്താണ് ഫുഡുകൾ, പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന ഫുഡുകൾ, പിന്നെ പതുക്കെയാണ് ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ ചോറ് കൊടുത്താൽ മതി എന്നേ പറയുള്ളൂ അല്ലെ? ജനിക്കുമ്പോൾ തന്നെ ഒന്നും നമ്മൾ ചോറ് തിന്നാൻ പോണില്ല. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യണത്? നമ്മുടെ ഹെൽത്തിന് ആരോഗ്യപ്രദമായ നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കുന്ന സമയമുണ്ട്, എല്ലാത്തിനും സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. അത് നമ്മുടെ അതായത് നമ്മുടെ ഓർഗൻസ് ഒക്കെ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് വ്യക്തമല്ല. നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ഇപ്പൊ മദ്യപാനിക്ക് മദ്യം കുടിക്കുന്നത് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ആള് ഒരു ഓട്ടം വിളിച്ചപ്പോഴേക്കും പുള്ളി ഞങ്ങളുടെ നെയ്ബറും കൂടി ആയിരുന്നു നേരത്തെ. ഇപ്പൊ ഇല്ല, അവരിപ്പോ പുറത്താണ്. അപ്പൊ ഇടയ്ക്ക് ഇവിടെ വന്നേക്കാം. അപ്പൊ അതിരമ്പള്ളി പോകാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ അവരുടെ വണ്ടിക്ക് തന്നെ
കൊണ്ടുപോയി. പക്ഷെ അതിരമ്പള്ളി എത്തിയപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റില്ല, അത്രമാത്രം കൊഴാന്നായി. കുടിച്ച് കാല് നിൽക്കുന്നില്ല. അങ്ങനെ അവസാനം തിരിച്ചു പോന്നു. അങ്ങനെ അവരുടെ വീട് ചാലക്കുടിയിൽ അവിടെ കൊണ്ടാക്കി. 2 ദിവസമായിട്ടും ഈ കുടി തന്നെ കുടിച്ചു മതിയായി. അവസാനം ഈ ആൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. വെച്ചാൽ കൈയും കാലൊക്കെ ഭയങ്കര വിറച്ചിട്ട് പിന്നെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വൈഫും പിള്ളേരൊക്കെ ആയിട്ട് ഈ ആളെ കൊണ്ടുപോയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഒന്ന് ശരിയായി. കാരണം ഈ കുടിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മളുടെ ആരാ വർക്ക് ചെയ്യുന്നേ, നമ്മൾ ഈ അതായത് ഉള്ളിൽ ഒരുപാട് ആന്തരിക അവയവങ്ങളുണ്ട്. ഈ കുടിക്കുന്ന സംഭവങ്ങളെല്ലാം ബാഡ് എഫക്റ്റ് മുഴുവൻ ഇടിയും തൊഴിയൊക്കെ കിട്ടുന്നത് പുറത്തുള്ള ബോഡിക്കല്ല. എവിടത്തേക്കാ ബോഡിക്കാ? ഉള്ളിലുള്ള അവയവങ്ങൾക്ക് നല്ല കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അല്ലെ. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ വന്ന് ഇടിച്ചാല് നമ്മൾ ചോദ്യം ചോദിക്കും, ആരാടെ എന്നെ ഇടിച്ചത്, നിനക്ക് എന്താ കാര്യം അല്ലെ. ഒരുപാട് പിന്നെ ഇടിയും തൊഴിയും, പിന്നെ അവസാനം കത്തിക്കുത്തും, എന്തെങ്കിലുമൊക്കെ ആക്രമണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളെ നമ്മൾ തന്നെ ആക്രമിക്കുമ്പോൾ ഉള്ളിലുള്ള അവര് അനുഭവിക്കുക തന്നെ, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. പിന്നെ അത് മറ്റു രൂപത്തിലേക്ക് വരുന്ന എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ അല്ലെ, ഒരുവിധം താങ്ങാൻ പറ്റാതെ ആവുമ്പോൾ മാത്രമാണ് ഒരു ഭീകരമായ രോഗാവസ്ഥയിലേക്ക് ഈ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ ഫലമാണ്, അല്ലാണ്ട് ഒന്നുമല്ല അല്ലെ. ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളുടെ ഫലമായിട്ട് തന്നെ രോഗം റിജക്റ്റ് ചെയ്യും നമ്മുടെ പ്രതിരോധ ശേഷിയെയും. നമുക്ക് ഓൾറെഡി നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്. എല്ലാം കൃത്യമായി വർക്ക് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും കർത്താവ് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ വിട്ടേക്കണത്. നമ്മളത് ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കുമ്പോ തന്നെ ദൈവിക ജ്ഞാനം കൊണ്ട് നിറച്ചിട്ടുണ്ട്, ദൈവിക അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മളിവിടെ ഭൂമിയിൽ ജനിക്കാൻ തന്നെ ദൈവം അനുവദിക്കില്ലല്ലോ. ഒന്നുമില്ലാതെ ആരെയും ഭൂമിയിൽ, ഒരു കൃപയും ഇല്ലാതെ ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല. ഇന്നലെ ഞാന് ഒരു ചെറിയൊരു റീല് കണ്ടത്, ഒരു സ്കൂള്, കുറെ ദൂരെയുള്ള സ്കൂളില് അസംബ്ലി നടക്കുകയാണ്. അസംബ്ലി നടക്കുമ്പോഴേക്കും ഒരു ഇങ്ങനെ പാട്ട് വേസ്റ്റൊക്കെ പെറുക്കാൻ നടക്കുന്ന ഒരു ചെറിയ പയ്യൻ കൊച്ച്, അവൻ ഈ അസംബ്ലിയിലെ ജനഗണമന അത് പാടുമ്പോ, ദേശീയ ഗാനം പാടുമ്പോ ആ കൊച്ച് അവിടെ അറ്റൻഷനായിട്ട്, അപ്പൊ ഇവിടെ കൂടി വണ്ടികൾ പോകുന്നുണ്ട്, ആളുകളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഈ കൊച്ച് അറ്റൻഷനായിട്ട് അത് ആ പാട്ട് തീരുന്നത് വരെ അറ്റൻഷനായിട്ട് നിൽക്കുന്നു. അപ്പൊ എനിക്കും ഒരു ഭയങ്കര വിഷമം തോന്നി. അതിട്ടേക്കുന്ന ആളും പറയുന്ന ആ കാര്യം തന്നെയാണ്. കാരണം ഏതോ ഒരു സ്ഥലത്ത് പഠിക്കേണ്ട കുട്ടിയായിരുന്നു, പക്ഷെ അവന്റെ ഗതികേട് കൊണ്ട് അവന് ആക്രി പെറുക്കാനൊക്കെ നടക്കുകയാണ്. പക്ഷെ അവന്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്തയും അവനുള്ള ദേശസ്നേഹവും അല്ലെങ്കിൽ ആ പാട്ടിനോടുള്ള റെസ്പെക്റ്റും അവൻ മറക്കാതെ അവന്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ പോലും അവൻ അതിനോട് കൃത്യമായി റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. അവന് വേണമെങ്കിൽ എനിക്കൊന്നും പഠിക്കാൻ പറ്റും, ഞാൻ ഇതിനൊക്കെ ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ച് അതൊക്കെ അല്ലേ, ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവന്റെ ഒരു വ്യക്തിത്വത്തിന്റെ തെളിവാണ് അവൻ ആ പാട്ടിനോട് കാണിക്കുന്ന ദേശത്തിന്റെ ആ ഭക്തി ഉള്ള, ദേശത്തിനോട് കാണിക്കുന്ന ഭക്തി, ആദരവ് അവൻ കാണിക്കുകയാണ് അല്ലെ. നമ്മളിപ്പോ ദാരിദ്ര്യാവസ്ഥയിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ഈ ഒരു ചിന്ത ദൈവത്തോട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. നമുക്ക് വിശ്വാസ മേഖലകളില്, ദാരിദ്ര്യത്തില്, രോഗത്തില്, എല്ലാത്തിന്റെയും അടിസ്ഥാനം നമ്മൾ നിത്യഭവനത്തിലേക്ക് എല്ലാവരും മരിക്കും, ഉറപ്പായിട്ടുള്ള കാര്യമാണ് മരിക്കും. ദരിദ്രനായാലും ധനവാനായാലും രോഗിയായാലും ആരോഗ്യമുള്ളവനായാലും എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ മരിക്കും, ഉറപ്പായിട്ടും മരിക്കും. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ വല്ലയിടത്തും പോയി കിടക്കാനല്ല, കർത്താവിന്റെ സന്നിധിയിലായിരിക്കാനാണ്. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ഈശോ അത്രമാത്രം വില കൊടുത്ത് ഭീകരമായ ഒരു മഹാബലി നമുക്ക് വേണ്ടി അർപ്പിച്ചത്. ഇത് വേസ്റ്റ് ആക്കി കളയുമ്പോഴാണ് എന്ത് സംഭവിക്കണത്? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നഷ്ടപ്പെട്ടു പോണത് അല്ല. അപ്പോ ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ എന്നും ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ കുർബാനയിൽ കൂടി ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന ബലിയുടെ അനുഗ്രഹ യോഗ്യത. ഇത് മറന്നു പോകുമ്പോ, ഇതിപ്പോ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല പരിശുദ്ധ കുർബാനയെ കുറിച്ച്
ക്രിസ്ത്യാനികൾക്ക് പോലും അറിയില്ല. പക്ഷെ ഒരു ക്രൈസ്തവൻ പരിശുദ്ധ കുർബാനയെ ആദരിക്കുന്ന പോലെ അതായത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ അവരുടെ ആ ഒരു റെസ്പെക്ട്, അവരുടെ ചില സംസാരങ്ങളിൽ നിന്നും കൂടി കിട്ടുന്ന റെസ്പെക്ട് അവർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുവാദം കിട്ടും. പക്ഷെ നമുക്ക് ആ റെസ്പെക്ട് പോലും ഇല്ല. നമ്മളിപ്പോ ഞാൻ മിക്കപ്പോഴും ഓർക്കാറുണ്ട്, 8 മണിക്കാണ് കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 കഴിയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത എത്രയോ മനുഷ്യരുണ്ട്. 9 അങ്ങനെ ഞങ്ങൾ മിക്ക പള്ളികളുള്ള സംഭവമാണ്. 8:30 കുർബാന എന്ന് പറഞ്ഞാൽ 9 മണിക്ക് വരും. 9:30 കുർബാന എന്ന് പറഞ്ഞാൽ 9:30 വരും. എപ്പോഴും അരമണിക്കൂർ ബാക്കിലോട്ട് പോയിട്ട് പള്ളിയിലോട്ട് എത്തുള്ളൂ. 10 മണിക്കാന്ന് പറഞ്ഞാൽ 10:30 വരും. 10:30 പറഞ്ഞാൽ 11 മണിക്ക് വരും. എപ്പോഴും ബാക്കിലോട്ടാ. അത്ര വില കൊടുക്കുന്നുള്ളൂ. പിന്നെ എങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കിട്ടുന്ന അവസരങ്ങൾ മിസ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെ സ്വർഗീയമായ അനുഗ്രഹം നമ്മൾ എങ്ങനെ നേടും? അപ്പൊ ആ മേഖലകളെല്ലാം ദൈവകരങ്ങളിൽ, അതായത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന അനുഗ്രഹങ്ങളും വാഗ്ദാനം ചില്ലറയല്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും. അപ്പൊ ആ ഒരു ബോധ്യം ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, ശക്തിയുണ്ട്, അറിവുണ്ട്, സമ്പത്തുണ്ട്. എന്താ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാം ഉണ്ട്. എല്ലാം ഉള്ളത് കൊണ്ടാണ് എല്ലാം തന്നവനെ പെട്ടെന്ന് മറന്നു പോകാൻ കാരണമാകും. അപ്പോ നിത്യജീവനെ ഓർത്തിട്ടാണ് മനുഷ്യര് ജീവിക്കുന്നെങ്കിൽ എല്ലാവരും വിശുദ്ധരായേനെ, അല്ലെ? നിത്യജീവൻ ആരെങ്കിലും ആരും ഓർക്കാതെ കൊണ്ടാണ് എല്ലാവരും ഇന്ന് ലോകത്തിന്റെ അടിമത്തത്തിലും പാപത്തിന്റെ ഭീകരമായ അവസ്ഥയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ ജീവിക്കുന്നത്. നിത്യജീവനെ ഓർക്കുന്ന ആരെങ്കിലും പാപത്തിൽ വീഴോ? ഇല്ല. അപ്പോ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പരിശുദ്ധമ്മയോട് ചേർന്ന് ദൈവത്തിന്റെ കരുണയില് ഇന്നത്തെ അനുഗ്രഹം, അതായത് നിത്യജീവന്റെ